അപ്രതീക്ഷിത നീക്കമാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുനിലുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, ഒടുവിൽ തന്ത്രി സബ് ജയിലിലാണ്. ശബരിമലയിലെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ശബരിമലയിലെ ഒരു തന്ത്രി ജയിലിനുള്ളിലാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരു ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ശോഭാ ജോണിൻ്റെ വിഷയത്തിൽ മോഹൻ ഖണ്ഡറാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ അറസ്റ്റിലാകുന്നത്. പിന്നീട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. ഇപ്പോൾ സാക്ഷാൽ രാജീവ് ഖണ്ഡർ സബ് ജയിലിലായിരിക്കുന്നു. അപ്രതീക്ഷിതമായ നീക്കമാണോ? ഉറപ്പായും ഒരുപക്ഷെ ഈ സ്വർണ്ണ കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ SIT സംഘം അത്ര സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം നടത്തിയ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ജിമ്മി നേരത്തെ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങിയാൽ ഒരു തന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഒരു തന്ത്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്, ഒരു പോസ്റ്റാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാവലാളാണ് തന്ത്രി. അപ്പോൾ ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് SIT സംഘം പോയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ വിവരങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അനുമതിയോടെ തന്നെയാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത പോലെയല്ല തന്ത്രിയുടെ അറസ്റ്റ് എന്നത്. ഏതായാലും നേരത്തെ നമുക്കറിയാം, ഈ ശബരിമലയിലെ സ്ത്രീപ്രവേശന കേസിലെ സുപ്രീം കോടതി വിധി വന്നപ്പോഴൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാട് ആചാരപരമായി സ്വീകരിച്ച ഒരു തന്ത്രി കൂടിയാണ് തന്ത്രി രാജീവർ എന്ന് പറയുന്നത്. വേണ്ടി വന്നാൽ ശബരിമല നട അടച്ചിടും എന്നൊക്കെ ശക്തമായ ഒരു പ്രസ്താവന നടത്തുകയും ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് തന്ത്രി രാജീവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തന്ത്രിയാണ് ഇദ്ദേഹം. ആ തന്ത്രി തന്നെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കുന്നതിന് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൗനാനുവാദം എന്ന് പറയുന്നത് സാധാരണ ഒരു ചെറിയ കുറ്റമല്ല. മൗനാനുവാദം എന്ന് പറയുന്നത് ഒരു മോഷണത്തിന് തുല്യമായ കുറ്റം തന്നെയാണ്. ഒരാൾ മോഷ്ടിക്കാൻ വരുന്നു, എന്നാൽ നിങ്ങൾ മോഷ്ടിച്ചോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ആ മോഷണം നടത്തുന്നതിന് തുല്യമായ കുറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ തന്ത്രി രാജീവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇന്ന് വളരെ നിർണായകമായ ഈ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അറസ്റ്റ് ഇവിടം കൊണ്ട് തീരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ഇതിന് പിന്നിലോട്ട് ഈ ഒരു ശബരിമലയിലെ സാഹചര്യങ്ങൾ, എത്രത്തോളം ശബരിമലയിൽ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട്, എത്രത്തോളം ഇതുപോലെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ പിന്നോട്ടുള്ള അന്വേഷണത്തിന് വരെ വലിയ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ജിമ്മി അതിൻ്റെ ഒരു പട്ടിക തന്നെ നിരത്തിയിരുന്നു. അങ്ങനെ പുറകോട്ട് നോക്കിയാൽ ഒരുപക്ഷെ എന്തൊക്കെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഒരുപക്ഷെ അന്വേഷിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് SIT പോകും. SIT പോകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ തട്ടിപ്പായിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ ശബരിമലയിലെ വിഗ്രഹങ്ങൾ പോലും ഇവർ മാറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ വേണമെങ്കിൽ ഉയരാം. ഇപ്പോഴവിടെയുള്ള ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ ഈ ഒരു സ്വർണ്ണപ്പാളിയൊക്കെ തന്നെ ഇപ്പോൾ ഒറിജിനലാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഈ അറസ്റ്റിന് ശേഷം ഇനി SIT നൽകുന്ന വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ, പിന്നീടായിരിക്കും ഇതിലെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്, ഈ കേസിൽ ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുമുള്ളത്. ഹൈക്കോടതിക്കും ആ ഒരു ശക്തമായ തീരുമാനം തന്നെയുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ കേസിന്റെ ഗതി എത്താൻ പോകുന്നു എന്നതാണ്. Meet the editors.